പശ്ചിമേഷ്യയുടെ ആകാശം യുദ്ധമേഘങ്ങളാൽ മൂടിക്കിടക്കുമ്പോൾ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ 15 ഇന സമാധാന കരാർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഒരു മാസത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെക്കുന്ന ഈ കരാർ സത്യത്തിൽ സമാധാനത്തിനായുള്ളതാണോ അതോ ഇറാനെ നിരായുധരാക്കി മുട്ടുകുത്തിക്കാനുള്ള ഒരു തന്ത്രപരമായ കെണിയാണോ? വാഷിംഗ്ടണിലെ വൈറ്റ് ഹൌസിൽ ഇരുന്ന് ട്രംപ് പ്രഖ്യാപിച്ച ഈ കരാറിലെ പ്രധാന നിബന്ധനകൾ ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് പറയാതെ വയ്യ. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നും ദീർഘദൂരം മിസൈൽ ശേഷി ഇല്ലാതാക്കണമെന്നുമാണ് ട്രംപിന്റെ പ്രധാന ആവശ്യം. കൂടാതെ നദാൻസ്, ഇസ്ഫഹാൻ, ഫോർഡോ എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങൾ പൊളിച്ചു നീക്കണമെന്നും 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം IAEAക്ക് കൈമാറണമെന്നും അമേരിക്ക ശഠിക്കുന്നുണ്ട്. എന്നാൽ ഒരു പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ സ്വന്തം സുരക്ഷയ്ക്കായി ഇറാൻ കെട്ടിപ്പടുത്ത പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനുള്ള ഈ നീക്കത്തെ അത്ര എളുപ്പത്തിൽ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറല്ല. ഉപരോധങ്ങൾ നീക്കാമെന്ന അമേരിക്കയുടെ വാഗ്ദാനം കഴിഞ്ഞ കാലങ്ങളിലെ കൈപ്പുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാൻ സംശയത്തോടെയാണ് നോക്കുന്നത്. മുൻപ് ഒപ്പിട്ട ആണവ കരാറുകളിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയ ചരിത്രം ഇറാന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ വാക്കും ആയുധവും ഒരുപോലെ ഉപയോഗിച്ച് ഇറാനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ട്രംപിന്റെ ഈ നയതന്ത്ര യുദ്ധത്തെ ഇറാൻ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. ഹോർമുസ് കടലെടുക്ക് അന്താരാഷ്ട്ര ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണമെന്ന വ്യവസ്ഥ ലോകവിപണിയെയും എണ്ണവിലയെയും മുൻനിർത്തി അമേരിക്ക നടത്തുന്ന നീക്കമാണ്. യുദ്ധഭൂമി മൂലം ബാരലിന് $100 കടന്ന എണ്ണവില കരാർ വാർത്തകൾ വന്നതോടെ $95 ഇടിഞ്ഞത് അമേരിക്കയുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ്. അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാൻ ഇറാന്റെ പ്രതിരോധ ശേഷിയെ ബലി കൊടുക്കണമെന്ന വാദം ഇറാൻ അംഗീകരിക്കില്ല. പാകിസ്ഥാൻ വഴി കൈമാറിയ ഈ കരാറിന് മറുപടി നൽകാൻ 24 മണിക്കൂർ സമയമാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഒരു വൻ ശക്തിയുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങുന്നതല്ല ഇറാന്റെ പാരമ്പര്യം. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഖർ ഗാലിബാഫിനെ ചർച്ചകളിലേക്ക് വലിച്ചിഴക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോഴും വാഷിംഗ്ടണുമായി നേരിട്ട് ചർച്ചയ്ക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. മേഖലയിലെ പ്രോക്സി ഗ്രൂപ്പുകളെ നിയന്ത്രിക്കണമെന്ന ആവശ്യം ഇറാന്റെ പ്രാദേശിക സ്വാധീനം ഇല്ലാതാക്കാനുള്ള ഇസ്രായേൽ അമേരിക്കൻ അജണ്ടയുടെ ഭാഗമാണ്. ബുഷർ ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകാമെന്ന വാഗ്ദാനം ഒരു മിഠായി കാട്ടി കുട്ടിയെ പറ്റിക്കുന്നത് പോലെയാണെന്ന് ഇറാനിലെ കടുത്ത നിലപാടുകാർ കരുതുന്നുമുണ്ട്. സൈനികമായ ജാഗ്രത കൈവിടാതെ 3000-ഓളം പാരാ ട്രൂപ്പർമാരെ വിന്യസിച്ചും ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ ഭീഷണി മുഴക്കിയും ഇറാനെ ചർച്ചാ മേശയിൽ എത്തിക്കാമെന്നാണ് വൈറ്റ് ഹൌസ് കരുതുന്നത്. എന്നാൽ ഇറാന്റെ എണ്ണ സംഭരണികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വൈരുദ്ധ്യമാണെന്ന് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നുമുണ്ട്. ചുരുക്കത്തിൽ ട്രംപിന്റെ ഈ 15 ഇന കരാർ ഇറാന്റെ പോരാട്ട വീരത്തെ പരീക്ഷിക്കുന്ന ഒന്നാണ്. ആണവ മോഹങ്ങൾ ഉപേക്ഷിച്ചു എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും സ്വന്തം അന്തസ്സും സുരക്ഷയും പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമാധാനത്തിന് ഇറാൻ തയ്യാറാവില്ല. വരാനിരിക്കുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. അമേരിക്കയുടെ ഈ ബിഗ് ഡീൽ ഇറാന്റെ നിബന്ധനകൾ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിക്കപ്പെടുമോ അതോ പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.